വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻസൺ മാവുങ്കൽ കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് മോൻസൺ മാവുങ്കൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ സാധനങ്ങൾ തിട്ടപ്പെടുത്തുന്നതിനും അത് തിരിച്ചെടുക്കുന്നതിനും വേണ്ടി ഒരു ദിവസത്തെ പരോള് അനുവദിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ന് പരോളിനായി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിന്റെ ഒരു ഭാഗം പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ മോഷണം നടന്നതായി മോൻസൺ മാവുങ്കലിന് മനസ്സിലായത്. എന്തായാലും പരോളിന് എത്തിയതായതിനാൽ പോലീസിന്റെ സുരക്ഷയിൽ തന്നെയാണ് മോൻസൺ മാവുങ്കൽ ഇവിടെ എത്തിയത്. ഒപ്പം അഭിഭാഷകനുമുണ്ടായിരുന്നു. പിന്നീട് ഈ നോർത്ത് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇവിടെ എത്തി നടത്തിയ പരിശോധനയിൽ ആണ് വീടിന്റെ ഒരു ഭാഗം പൊളിച്ച് മോഷ്ടാക്കൾ ഉള്ളിലേക്ക് കടന്നതായും ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ളതായും ഉള്ള വിവരങ്ങൾ പോലീസിനും ലഭിക്കുകയും ചെയ്തത്. ഒപ്പം ഈ സിസിടിവി പൊളിച്ചു മാറ്റിയ നിലയിലാണ്. അങ്ങനെ സിസിടിവി പോലും നശിപ്പിച്ചാണ് മോഷ്ടാക്കൾ ഉള്ളിലേക്ക് കടന്നതെന്നാണ് പോലീസും അറിയിക്കുന്നത്. അഭിഭാഷകൻ പറയുന്നത് പ്രകാരം 20 കോടിയുടെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ് ഈ വീട്ടിൽ നിന്നും മോഷണം പോയി എന്നതാണ്. വിലപിടിപ്പുള്ള വാച്ചുകളും ഒപ്പം തന്നെ സ്വർണം പൂശിയ ബൈബിൾ ഉൾപ്പെടെയുള്ളവ മോഷണം പോയി എന്നാണ് മോൻസൺ മാവുങ്കലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഇവിടെ എത്തി കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം മടങ്ങിയിരിക്കുകയാണ്. മോൻസൺ മാവുങ്കലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾക്കായുള്ള തിരച്ചിലും ആരംഭിച്ചു കഴിഞ്ഞു. ഈ കോടതി ഉത്തരവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിന്റെ അധീനതയിലായിരുന്നു ഈ വീടുണ്ടായിരുന്നത്. പിന്നീട് ഉടമസ്ഥൻ ഈ വീട് തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ കോടതിയെ സമീപിക്കുകയും ക്രൈംബ്രാഞ്ച് ഈ വീട് ഉടമസ്ഥന് തിരികെ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് പോലീസിന്റെ സുരക്ഷയോ ക്രൈംബ്രാഞ്ചിന്റെ സുരക്ഷയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല. എന്തായാലും ഉടമസ്ഥന്റെ കയ്യിൽ തന്നെയായിരുന്നു ഈ വീടുണ്ടായിരുന്നത്. ഈ വീട്ടിൽ നിന്നും തന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ തിരികെ കിട്ടണമെന്ന് മോൻസൺ മാവുങ്കൽ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്.